പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ ആലപ്പുഴയ്ക്ക് വടക്ക് കോമളപുരം എന്ന് പറയുന്ന സ്ഥലത്ത് കമലൻ അല്ലേ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അച്ഛൻ നമസ്കാരം. നമസ്കാരം. അച്ഛൻ എന്ത് ചെയ്യാണ്? ഞാൻ ഓട്ടോറിക്ഷ പോകുന്നു. എവിടെ? ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ. ആലപ്പുഴ ബസ് സ്റ്റാൻഡിലല്ലേ? ഓക്കെ. ഓട്ടോ ഒക്കെ ഉണ്ടോ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യയുണ്ട്, രണ്ട് പെമ്പിള്ളേരുണ്ട്. പെമ്പിള്ളേരൊക്കെ കെട്ടിച്ചതാണ്. ആണോ? കെട്ടിച്ചാണ്. അപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 7 വയസ്സ്. 7 വയസ്സുണ്ട്. അയ്യോ, അപ്പൊ അച്ഛന്ന് വിളിച്ചാൽ തെറ്റുന്നില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ പുന്നപ്പുറയിലെ ഗോപനുണ്ട്, ദീപു. ഗോപൻ മാമന്റെ ഭാര്യയുടെ മാമന്റെ മകൻ. അതന്നെ. അപ്പം ഗോപനും പിന്നെ ഷിബു, ഗോവിച്ചേന്റെ മകള്, അവരാണ് എന്നോട് പറഞ്ഞതില്ല എന്നെ കമൽ അച്ഛൻ പാടും, ഇങ്ങനെ വലിയ ആഗ്രഹമാണ് ഒരു പാട്ടിടണം എന്ന് പറയുന്നത്. അങ്ങനെ വന്നതാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? പാടാം. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. അപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, നല്ലതാണ് വേണ്ടത്. അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? കഴിഞ്ഞു പോയ കാലം കാറ്റിനൊക്കെ. ഓക്കെ. അപ്പൊ പ്രിയരെ, നമുക്ക് കോമളപുരത്തുള്ള കമലൻ എന്ന് പറയുന്ന അച്ഛന്റെ ഒരു ഗാനം കേൾക്കാം. പ്രിയ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ? അന്നു ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ? ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ? കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ, അങ്ങു തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ? മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ, അങ്ങു തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ? കരളിനുള്ളിലൂറി നിന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. കരളിനുള്ളിലൂറി നിന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. നന്നായി പാടി കേട്ടോ. സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല? ഇല്ല. പിന്നെ പാടിയപ്പം ഇടയ്ക്ക് എവിടെ അല്ലേ ശ്രുതിയുടെ ഒരു ചെറിയൊരു സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ഒരുപാട് സന്തോഷം. അച്ഛനെ മെയിനായിട്ട് ഞാൻ സമ്മതിക്കുന്നത്, അച്ഛൻ പേപ്പറിൽ എഴുതിക്കൊണ്ടാണ് വന്നത് അല്ലേ? അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വരുന്നത്. അതുകൊണ്ട് ടെൻഷൻ, ഞാൻ പറഞ്ഞു എന്ത് ടെൻഷൻ അല്ലേ, നമ്മളൊരു അറിയാവുന്ന കഴിവ് പ്രകടിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു പേപ്പർ വേണ്ട, പേപ്പർ നമുക്ക് പിന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനത് ഒരു പേപ്പർ കൊടുത്തില്ല, ആ പാട്ട് മൊത്തം വളരെ കാണാതെ പഠിച്ച് പാടി. അപ്പം പ്രേക്ഷകത്തിൽ പറയണമെങ്കിൽ പറയാം. പാട്ടൊന്നും പഠിച്ചിട്ടില്ല, എന്നെ കേട്ടു പഠിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സഹായിക്കാൻ ശ്രമിച്ച പുന്നപ്പറ മനോജിന് നന്ദിയൊന്നും വേണ്ട. അച്ഛൻ പറയുന്നത് അച്ഛൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലേ, തെറ്റില്ലാത്ത മനുഷ്യരില്ലല്ലോ. ഇങ്ങനെ ഇതൊരു മനോഹരമായി പാടിയില്ല, കാണാതെ പാടിയില്ല. അപ്പം ആ ഒരു കഴിവിന് തന്നെ അംഗീകരിച്ചുകൊണ്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ അച്ഛാ. ഓക്കെ.